സമയം 9:21. ആ കൂടിക്കാഴ്ച, ആ നിർണായക കൂടിക്കാഴ്ച അവസാനിച്ചോ? എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ? ദിവിഷ്, അൻവർ MLA ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. 9:30-ക്കുള്ളിൽ എത്തുമെന്നാണ് സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് ഇപ്പോഴും അറിയിക്കുന്നത്. 9:30-ക്കുള്ള സമയമാണ് നൽകിയത്. കാരണം അതിനകത്തൊരു ആശയക്കുഴപ്പം വരാൻ കാരണം 9:30-ക്ക് താൻ തിരുവനന്തപുരത്ത് ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്ന് അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് 9 മണിക്ക് സ്പീക്കറെ കാണാൻ തീരുമാനമെടുത്തിട്ടുണ്ട്, കാണും എന്ന പ്രഖ്യാപനം വരുന്നത്. എന്തായാലും 9:30-ക്കുള്ളിൽ 9:30-യോടെ അദ്ദേഹം ഇവിടെ എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്തരം ഒരു ആശയവിനിമയം തന്നെയാണ് സ്പീക്കർ ഓഫീസുമായി നടത്തിയിരിക്കുന്നത്. നമുക്ക് സ്പീക്കർ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് PV അൻവർ ഇന്നിപ്പോൾ നിയമസഭാ അംഗത്വം രാജിവെക്കാൻ പോവുകയാണ്. അത്തരമൊരു ആശയവിനിമയം അദ്ദേഹം സ്പീക്കറുമായി നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ വരുമ്പോൾ ഉറപ്പായും ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാണ്. നിലമ്പൂർ സീറ്റ് ഒഴിയുകയാണ്. നിയമസഭയ്ക്ക് ഇനി 1 വർഷം 4 മാസം കാലാവധിയുണ്ട്. 6 മാസത്തിലധികം കാലാവധി ഉണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ് രാജ്യത്തെ നിയമം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ 1 വർഷവും 4 മാസവും ബാക്കിയുണ്ടെങ്കിൽ പോലും അൻവർ MLA സ്ഥാനം രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വേണോ വേണ്ടോ എന്നുള്ള കാര്യമെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് തീരുമാനിക്കാം. പക്ഷേ സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഇതിനൊപ്പം തന്നെ ഇന്നിപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് രാജിവെച്ചാൽ തന്നെ അടുത്തത് അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ് എന്നതാണ്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിലായിരുന്നു. മമതാ ബാനർജിയുമായും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായെല്ലാം കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായി മാറുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം തൃണമൂൽ കോൺഗ്രസ് അംഗമായി മാറണമെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം രാജിവെക്കേണ്ടി വരും. അല്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനാകില്ല. കാരണം അദ്ദേഹം അയോഗ്യത നേരിടേണ്ടി വരും. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അദ്ദേഹത്തിന് അയോഗ്യത ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിയമസഭാ അംഗത്വം രാജിവെക്കാൻ പോകുന്നു എന്നതാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്വതന്ത്ര MLA ആയി വിജയിച്ച ഒരാൾ മറ്റൊരു പാർട്ടി അംഗമായി മാറുന്നതിൻ്റെ ഭാഗമായി ഒരു അംഗത്വം രാജിവെച്ച സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു പാർട്ടിയിൽ നിന്ന ശേഷം മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയും അങ്ങനെ ആ പാർട്ടിയുടെ ഭാഗമായി മാറുന്നതിന് വേണ്ടിയല്ല എല്ലാം ഇങ്ങനെ നിയമസഭാ അംഗത്വം രാജിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ UDFൻ്റെ സമയത്തെല്ലാം കെ കരുണാകരൻ DAC രൂപീകരിച്ചപ്പോൾ ശോഭന ജോർജ് അടക്കമുള്ള MLA മാർ അന്ന് രാജിവെച്ച് DAC എന്ന പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ സ്വതന്ത്ര MLA, ഇടത് സ്വതന്ത്രനായി ജയിച്ച നിലമ്പൂർ MLA PV അൻവർ, അദ്ദേഹം ഇടതുമുന്നണിയുമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തെറ്റുകയും പരസ്പരം പോരടിക്കുകയും വലിയ രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം നടത്തുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇടതുമുന്നണി ബന്ധം